മാനസിക നില തെറ്റുമ്പോൾ പലരും പലതും ചെയ്യുന്ന കാര്യം തന്നെയാണ്. ആശിച്ചു മോഹിച്ച് ലഭിക്കുമെന്ന് കരുതിയ കാര്യങ്ങൾ കിട്ടാതാകുമ്പോൾ എന്തേലും കാട്ടിക്കൂട്ടുക പതിവ് കാര്യം തന്നെയാണ്. അതിന് കോൺഗ്രസ്സുകാരാണെങ്കിൽ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. കേരള കോൺഗ്രസ് ആണെങ്കിലും അത് അങ്ങനെ തന്നെയാണ്. ഇത്തവണ സംസ്ഥാനത്ത് ഭരണം ലഭിക്കുമെന്ന് കരുതി അത് കിട്ടാതായപ്പോൾ ഇവിടത്തെ കോൺഗ്രസ്സുകാർ കാണിച്ച കോപ്രായങ്ങൾ കേരളം സാക്ഷ്യം വഹിച്ചത് തന്നെയാണ്. ഷാഫി പറമ്പിലൊക്കെ എന്ത് ചെയ്യണമെന്നറിയാതെ തലയിൽ കൈവച്ച് ഇരിപ്പ് തന്നെയായിരുന്നു. തൃശൂരിൽ സുരേഷ് ഗോപിയോട് തോറ്റപ്പോൾ കെ മുരളീധരൻ കാണിച്ച പൊല്ലാപ്പുകൾ നമ്മൾ കണ്ട കാര്യം തന്നെയാണ്. സത്യം പറഞ്ഞാൽ മുരളീധരന്റെ വെളിവ് ഇപ്പോഴും വന്നിട്ടില്ല എന്നത് വേണം സത്യം. പറഞ്ഞു വന്നത് കോൺഗ്രസ്സുകാർക്ക് അധികാരം ലഭിക്കാത്തപ്പോൾ കള്ളക്കഥകൾ അടിച്ചു വിടുന്നതിനെ പറ്റി തന്നെയാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യവും ഒന്നുമല്ല ഇത്. അംബേദ്കറുടെ വിഷയവും അങ്ങനെ തന്നെയാണ്. ഡോക്ടർ അംബേദ്കറെ നിരന്തരം അപമാനിച്ച കോൺഗ്രസിന്റെയും നെഹ്റു കുടുംബത്തിന്റെയും കപട അംബേദ്കർ സ്നേഹം തുറന്നു കാട്ടിയിരിക്കുകയാണ് BJP മുഖ്യമന്ത്രിമാർ. UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്, മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ്, ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്പർ സിംഗ് ധാമി, ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി, ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് എന്നിവരാണ് കോൺഗ്രസിനെതിരെ ഇപ്പോൾ ശക്തമായ രീതിയിൽ പ്രതികരണവുമായി വന്നിരിക്കുന്നത്. ഇവരൊക്കെ വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ തന്നെയാണ്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പ് പരാജയത്തിന്റെ നിരാശയാണ് കോൺഗ്രസ് പാർലമെന്റിന്റെ ശീതകാല സമ്മേളനം അലങ്കോലമാക്കി തീർത്തതെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് പറയുകയാണ്. നെഹ്റു മുതൽ രാഹുൽ വരെ ഭരണഘടനയെ ഏതൊക്കെ തരത്തിലാണ് അപമാനിച്ചതെന്ന് പാർലമെന്റിലെ ചർച്ചയോട് ജനങ്ങൾക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. സംവരണത്തിനെതിരായ കോൺഗ്രസ് നിലപാടും അംബേദ്കറെ നിരന്തരം അപമാനിച്ച കോൺഗ്രസ് നടപടികളും തുറന്നു കാട്ടപ്പെടുക തന്നെയായിരുന്നു. അമിത്ഷായുടെ പ്രസംഗം എഡിറ്റ് ചെയ്ത് പ്രചരിപ്പിച്ച കോൺഗ്രസ് നേതാക്കൾ മാപ്പ് പറയണമെന്നും ഫഡ്നാവിസ് ആവശ്യപ്പെടുകയാണ്. അംബേദ്കറിന്റെ പേരിൽ കോൺഗ്രസ് മുതലക്കണ്ണീർ ഒഴുക്കുകയാണ് എന്നാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവ് സായി പറഞ്ഞിരിക്കുന്നത്. അംബേദ്കറെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയവർ ഇന്ന് അദ്ദേഹത്തിനെ കണ്ണീരൊഴുക്കുകയാണ് എന്നും സായി വ്യക്തമാക്കുകയാണ്. മത അടിസ്ഥാനത്തിലുള്ള സംവരണത്തിൽ പ്രതിഷേധിച്ചാണ് അംബേദ്കർ നെഹ്റു മന്ത്രിസഭയിൽ നിന്ന് പുറത്തേക്ക് പോയതെന്നും പട്ടികജാതിക്കാരെയും പട്ടികവർഗക്കാരെയും അവഗണിച്ച് മുസ്ലിംകാർക്ക് സംവരണം നൽകാൻ മാത്രമാണ് കോൺഗ്രസ് സർക്കാരുകൾ എപ്പോഴും ശ്രമിച്ചതെന്നും ഒഡീഷ മുഖ്യമന്ത്രി മോഹൻ ചരൺ ആരോപിക്കുകയാണ്. അംബേദ്കറിനായി ഒരു സ്മാരകം പോലും രാജ്യത്ത് പണിയാതിരുന്നവരാണ് ഇന്ന് അംബേദ്കർ സ്നേഹം പറഞ്ഞു വരുന്നതെന്ന് രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയും ഓർമ്മിപ്പിക്കുകയാണ് നമ്മളെ. അംബേദ്കർക്ക് ഭാരതരത്ന നൽകാൻ കോൺഗ്രസ് ഒരിക്കലും തയ്യാറായിട്ടില്ല എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ട കാര്യം തന്നെയാണ്. കോൺഗ്രസ് ഭരിച്ചപ്പോൾ നെഹ്റുവിന്റെയും പിന്മുറക്കാരുടെയും പേരിൽ മാത്രമേ രാജ്യത്ത് സ്മാരകങ്ങൾ നിർമ്മിച്ചിട്ടുള്ളൂ എന്ന് അംബേദ്കറെ അവരെ എക്കാലവും വിസ്മരിച്ചതായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഈ കപട സ്നേഹം നാളെ ഒരു കാലത്ത് പൊളിയുക തന്നെ ചെയ്യും. അന്നും BJP തന്നെയായിരിക്കും അധികാരത്തിൽ.